കോൺഫ്ലവർ, ഇത് ക്രീം ചീസ്, ഇത് പഞ്ചാര. ഇതിങ്ങനെ പൊടിയാക്കണം, ഇങ്ങനെ ഇത് ബട്ടർ മിക്സ് ആക്കിയിട്ട് പൊടിയാക്കണം. അതിൽ അതെല്ലാം മിക്സ് ആക്കാം. ഞാനാക്കണം ബട്ടറിൽ മിക്സ് ആക്കി. എന്നോട് മിക്സ് ആക്കിത്തായി. എൻ്റെ ഉമ്മ ഇപ്പോൾ ഇതിൻ്റെ ക്രീം ആക്കും. ഇവിടെ 1/2 ലിറ്റർ പാല് ഒഴിച്ചിന് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് കുറുക്കിയെടുത്തിട്ട് ക്രീം ചീസ് ഇടാം. കുറുക്കിയെടുത്തിട്ടായിട്ട് എൻ്റെ മോളുടെ കുനാഫോട്ടോ മിക്സ് ആക്കിയിട്ട് നോക്കൊരു അവസ്ഥ. കുനാഫോട്ടോ എല്ലാം ഫുള്ള് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ പാലും കോൺഫ്ലവറും നല്ല പാല് മിക്സായിട്ട് കുറിയിട്ട് അതിലിടും. ഇതിൽക്കൊരു 2 ടേബിൾ സ്പൂണ് ക്രീം ചീസ് അടക്കാം. ഇതാ 2 ടേബിൾ സ്പൂണ് ക്രീം ചീസ് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഗ്യാസ് ഓഫ് ആക്കാം. ഗ്യാസ് ഓഫ് ആക്കി ഇപ്പൊ ഫുള്ള് മിക്സ് ആക്കിയിട്ട് കുറേ നേരം വേർത്ത് തൊയങ്ങിന് ഞാൻ. പത്ത് മിനിറ്റ് സ്ലോ തീയിൽ ഇതിനെ ഒന്ന് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. മൂട് എന്തെങ്കിലും മൂടണം. ഞാനിപ്പോൾ ഇതിൻ്റെ പാനൻ്റെ മൂടി ഇതിലേക്ക് തന്നെ മസ്റ്റർഡ് ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുനാഫാൻ്റെ ഒരു സൈഡ് ബേക്ക് ആയിട്ടുണ്ട്. ഇതിനെ നമുക്കിപ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഈ പാനിലേക്ക് തന്നെ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ കമിച്ച് കൊടുക്കാം. എളുപ്പത്തിലാകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ 2 പാനിലെല്ലാം ആക്കിയത്. പാനിലെന്നെ മിക്സ് ആക്കിയിട്ട് പാനിലെന്നെ കമിച്ചിട്ടാൽ മതി. 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം പാല മെൽട്ടാക്കാം. ഒരു നൂൽപ്പരുവോ ആവണ്ട, ഒരു 1/2 നൂൽപ്പരുവായാൽ മതി. ഈ കുറച്ച് റോസൻസ് ചുറ്റിക്കണം. ചെറുപുളി ഒഴിക്കാനുണ്ട്, മാത്രം ചെറുപുളി ഇല്ലാനുണ്ട്. അത് കണ്ട് നോക്കാം എങ്ങനെ ഉണ്ടാവും. ഷുഗർ സിറപ്പ് മിക്സ് ആക്കിയോണ്ട് ഇപ്പോൾ കുനാഫ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ മറിച്ചിട്ട് വിടും. ഇപ്പം ഇത് ഈസിയാന്നായിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട്. ഞാൻ ഇപ്പോ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നുണ്ട്. എന്ത് തിന്ന നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ എല്ലാ സിറപ്പും ഒഴിച്ചിട്ടുണ്ട്. ചൂടോടെ ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കുനാഫോ എൻ്റെ അമ്മായി ദുബായിൽ നിന്ന് കൊണ്ടുവന്ന് എന്നിട്ട് ഉമ്മക്ക് ആക്കി തന്നു.